കാസർഗോഡ് MDMA കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ന് വിശദീകരണം നൽകി. ലഹരിക്കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനെയും അതുപോലെ അബ്ദുൽ സലാമിനെയും നേരിട്ട് അറിയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്, തൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണ് എന്ന വാർത്ത മുഖ്യമന്ത്രി തള്ളി. പെരുമ്പാവൂരിൽ വെച്ച് നവകേരള സദസ്സിനിടെ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ മുഹമ്മദ് ഹുസൈനെ ഫോണിൽ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, ആശ്വസിപ്പിച്ചിരുന്നു. വീട്ടിൽ വന്ന് കാണാം എന്ന് അറിയിച്ചിരുന്നു. വെങ്ങോല പഞ്ചായത്തിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ മറ്റ് നേതാക്കൾക്കൊപ്പം വീട്ടിൽ പോയി കണ്ടിരുന്നു. പിന്നീട് പലതവണ കണ്ടു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ പ്രവർത്തകൻ എന്ന നിലയിൽ ആണ് പരിഗണന നൽകിയത്. എന്നാൽ പ്രതികൾ തൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ല എന്ന് തറപ്പിച്ച് പറയുന്നു VD സതീശൻ. പ്രതികൾക്ക് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ആരോപണം ഉയർത്തിയത്. അത് വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്തു. 2 ദിവസം മുമ്പ് ഗുരുതര ആരോപണങ്ങൾ MV ഗോവിന്ദൻ ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോഴിതാ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമാണ്. ആരോപണങ്ങളിൽ ഉയർന്ന എല്ലാ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകിയോ? പിടിയിലായവരുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധം എന്താണ്? സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന ആരോപണത്തിന് പിന്നിലെ വസ്തുത എന്താണ്? ഈ കാര്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രിയുടെ വിശദീകരണം എല്ലാ സംശയങ്ങൾക്കും വിരാമം ഇടുന്നതാണ്. വീണ്ടും ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? ഒരു വ്യക്തി ലഹരിക്കടത്ത് കേസിൽ പിടിയിലായാൽ അതുകൊണ്ട് മാത്രം അയാളുമായി ബന്ധമുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനാകുമോ? അതോ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നാരോപിക്കപ്പെടുന്ന ഒരാൾ ഗുരുതരമായ കേസിൽ പിടിയിലാകുമ്പോൾ അത് രാഷ്ട്രീയ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുമോ? CPM സംസ്ഥാന സെക്രട്ടറി ഉയർത്തിയ ആരോപണം രാഷ്ട്രീയ പ്രചാരണം മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ വിശദീകരണം ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുന്നു. പക്ഷേ അത് കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുമോ? ഇത്രയും വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം വെള്ളമുണ്ടയിൽ നിന്ന് സൂപ്പി ചേരുന്നുണ്ട്. സൂപ്പി, ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വന്നത്. ഇന്ന് അദ്ദേഹം അതിനൊരു വിശദീകരണം നൽകുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? നമസ്കാരം. എന്റെ പ്രതി ഇപ്പൊ 3-4 മാസമായിക്കോളും അധികാരത്തിൽ വന്നിട്ട്. ഇപ്പൊ ഈ തോതിലാകുമ്പോൾ എങ്ങനെ 5 കൊല്ലം ഭരിക്കാൻ കഴിയും? ഇതുപോലെ എല്ലാ അമ്പുകളും ഈ സതീശനെ കൊള്ള വരും. അത് ഇപ്പൊ തന്നെ ആണല്ലേ ഈ നമ്മളെ പെൻഷൻ പ്രായം, പെൻഷൻ എന്ത് ചെയ്യുന്ന ആവശ്യത്തിലേക്ക് ശ്രീ ആന്റോ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ആന്റോ, ഹലോ. ഹലോ. നവംബറിൽ തല്ലുണ്ടായത് ഒക്ടോബറിൽ മുൻകൂട്ടി അറിഞ്ഞതാ. നവംബറിൽ രാത്രിചാരത്തിലായി ഒക്ടോബറിൽ മുൻകൂട്ടി അറിഞ്ഞാണ്. കളറാണ് തൊള്ളാറുന്ന. അങ്ങ് പറയുന്നത് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഏതായാലും അടുത്ത നമുക്ക് പ്രേക്ഷകനിലേക്ക് പോകാനുണ്ട്. നിറയെ പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിലും എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഷിജു എനിക്ക് നിറയെ ചുവന്ന പൂക്കൾ അയക്കുന്നുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. മനു, യു ആർ നോട്ട് സ്കെയർഡ് ടു ഡിസ്കസ് ദിസ് ടോപ്പിക് ആസ് ദേ റിമൂവ് ഓൾ ദി പോസ്റ്റ് ആൻഡ് ഷാൽ ഗോ ഫോർ ഫർദർ ലിറ്റിഗേഷൻ അഗൈൻസ്റ്റ് ദിസ്. അങ്ങനെയുള്ള പേടിയൊന്നും നമുക്കില്ല. അത് വരുമ്പോൾ കാണാം. ഷിജു പറയുന്നു. ഓക്കെ, പങ്കജാക്ഷൻ എന്നോടൊപ്പം ചേരുന്നു. എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് കാവ്യ ഹൃദയങ്ങൾ അയക്കുന്നു. നമസ്കാരം എന്ന് പറയുന്നു. ശശിധരൻ പിള്ള എന്നോട് പറയുന്നത്, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും കേരളത്തിൽ എന്നും വിവാദ നായകൻ സതീശൻ തന്നെ. എന്തായാലും ന്യൂസ് 18 എന്തായാലും ആഴ്ചയിൽ 3 ദിവസം സതീശനെ ചർച്ചാ വിഷയം ആക്കുന്നുണ്ട് എന്നാണ് ശ്രീ ശശിധരൻ പിള്ളയുടെ ഒരു പ്രതികരണം. അപ്പോൾ എന്നോടൊപ്പം സുബൈർ മലപ്പുറത്തു നിന്നുകൂടി ചേരുന്നുണ്ട്. ശ്രീ സുബൈർ, പറയൂ. സുബൈർ, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേട്ടപ്പോൾ അത് കേരളത്തിന്റെ പൊതുസമൂഹം അദ്ദേഹം തുറന്നു പറയുകയാണ്. എനിക്ക് പരിചയമുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരാളുകളാണ് അവർ.
പക്ഷേ അവർ ഇത്തരം കേസുകളിൽ പെടുമെന്ന് താൻ കരുതിയില്ല. എൻ്റെ കോർഡിനേറ്റർ ഒന്നുമല്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഈ ന്യായീകരണം എങ്ങനെയാണ് സുബീർ കാണുന്നത്? ഇത് തൃപ്തികരമാണ് എന്ന് തോന്നിയോ? സാർ, ഇതില് ന്യായീകരണത്തിന് വിഷയമല്ല. ഇവിടെ ശബരിമല പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒപ്പം പോറ്റിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഇവരൊക്കെ ഉന്നയിച്ച ആരോപണം എന്തായിരുന്നു സാർ? അപ്പോൾ അത് ആ ബന്ധം തെളിയിക്കാനുള്ള ഒരു രേഖ എന്ന നിലയിലാണ് ഫോട്ടോ ആരംഭിച്ചത്. പക്ഷെ ഇവിടെയും ബന്ധമുണ്ടെന്ന്, ബന്ധമില്ല, അറിയില്ല എന്ന് പറയുന്നില്ല. ഇല്ല. അപ്പൊ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം, ഇത് ഉണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നത് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, ഞാന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടത്. നവകേരള സദസ്സിൽ ഇയാൾക്ക് പരിക്ക് പറ്റിയിരുന്നു. പക്ഷെ നവകേരള സദസ്സിൽ ഇയാൾക്ക് പരിക്ക് പറ്റിയില്ല എന്നുള്ളത് ഇയാളെന്നെ തെളിയിക്കുന്നുണ്ടല്ലോ. ഹലോ, കേൾക്കുന്നു, പറയൂ. പറയൂ. അതെ, ഞാൻ പറയാണ്. ഞാൻ പറയുന്നത് ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു സംശയ നേരിലല്ലേ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിശദീകരണം തൃപ്തികരമല്ല. ഒരിക്കലും മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഒരു കാര്യങ്ങളും തൃപ്തികരമല്ല. അത് മംഗലാപുരം യാത്ര തൊട്ട്, മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് നടത്തിയ മംഗലാപുരം യാത്ര തൊട്ട് ഇന്ന് വരെയുള്ള ഒരു കാര്യങ്ങളും കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ തൃപ്തികരമല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തൂഫാൻ എന്ന തോതിൽ വലിയ ഓപ്പറേഷൻ തൂഫാനൊക്കെ നല്ല പരിപാടിയാണ്. അത് ഓപ്പറേഷൻ തൂഫാൻ ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയയെ പൊളിച്ചടക്കൽ കേരളത്തിന്റെ പൊതുസമൂഹവും ഇവിടുത്തെ കുടുംബങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ ആളുകളെ തൂഫാനിൽ തൂക്കാൻ പോയ ആളുകളെ ഇന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. വാർത്ത ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അതെന്തിനാ? ഏതായാലും അത് നമുക്ക് സ്ഥിരീകരിക്കാതെ നമുക്ക് പറയാനാവില്ല. നോക്കാം എന്താണ് സംഭവിക്കുക. ഏതായാലും മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ് എന്നാണ് ശ്രീ സുബൈർ പറയുന്നത്, അല്ലേ? തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കാസർഗോഡല്ല, അതെ, കാസർഗോഡ് നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് പറഞ്ഞാൽ 6 ജില്ലകളിലപ്പുറം പ്രസരണ വിതരണ ശൃംഖലയുള്ള വ്യക്തിയാണ് ഹനീഫ മുഹമ്മദ് ഹുസൈൻ. ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസുകളിലും മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സ്ഥാപനങ്ങളിലും എല്ലാ സ്വകാര്യ നിമിഷങ്ങൾ വരെ കടന്നു കയറാൻ ഉള്ള ആളല്ലേ? ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ പ്രതികരണം കൃത്യവും ആണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടു നമുക്കറിയാം, നവകേരള സദസ്സ് 2023 നവംബർ മുതൽ ഡിസംബർ 23 വരെയാണ് നടന്നത്. ഇപ്പോൾ ചില ദൃശ്യങ്ങൾ അതിനു മുമ്പും ഇവർ പരിചയമുണ്ടായിരുന്ന തരത്തിലൊക്കെ വന്നു എന്നൊക്കെ ചില മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ശ്രീ മനു, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും പകൽ പോലെ വ്യക്തമാണല്ലോ. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് നേരത്തെ പ്രേക്ഷകരൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയുടെ തലേന്ന് ഉള്ള കർണാടകയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ദുരൂഹമായ യാത്ര, ഒരു പൊതുപ്രവർത്തകന് പൊതുജന മധ്യത്തിൽ എന്താണ് മറച്ചു വെക്കാനുള്ളത്? ഒരു പൊതുപ്രവർത്തകന് എന്തെങ്കിലും മറച്ചു വെക്കുന്നെങ്കിൽ അത് ദുരൂഹമാണ്, അത് ക്രൈമാണ്, അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ മനു, നമ്മളൊക്കെ സാധാരണ രാഷ്ട്രീയ നേതാക്കളൊക്കെ സംസാരിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു രാഷ്ട്രീയക്കാരന് എന്താണ് വേണ്ടത്? സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന ആ സാഹിത്യത്തിലെ ഒരു വേർഡ് എല്ലാ രാഷ്ട്രീയക്കാരും ഉപയോഗിക്കാറുണ്ട്. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു രാഷ്ട്രീയ നേതാവ് സംശയത്തിന് അതീതമാകണം എന്നുള്ള ആ വസ്തുത കൊണ്ടാണ് ആ സാഹിത്യത്തിലെ ഒരു ഏട് എപ്പോഴും രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും ഒക്കെ സംസാരിക്കുന്നത്. സീസറുടെ ഭാര്യ എപ്പോഴും സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്നത് പോലെ സീസറുടെ ഭാര്യ തെറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ക്ലാരിറ്റി വേണം.
അദ്ദേഹത്തിന് എന്താണ് ബാംഗ്ലൂരിലെ യാത്ര ജനങ്ങളോട് പറഞ്ഞാൽ അദാനിയെ കാണട്ടെ, അംബാനിയെ കാണട്ടെ, അദ്ദേഹത്തെ സമ്പത്ത് വരട്ടെ, പ്രവാസികളുമായി ബന്ധപ്പെട്ട് ലോക മലയാള സഭ അദ്ദേഹവും വിളിക്കട്ടെ പിണറായിയെ പോലെ, അതൊക്കെ സുതാര്യമായിരുന്നല്ലോ. പിണറായി ചെയ്തതെല്ലാം സുതാര്യമായിരുന്നല്ലോ. പിണറായി പറഞ്ഞല്ലോ, ഞാൻ വിദേശത്ത് പോയി പിന്നെ വിദേശ നിക്ഷേപകരെ കൊണ്ടുവന്നു, വിദേശ നിക്ഷേപ സംഗമം നടത്തി, ആഗോള മലയാളി സംഗമം നടത്തി, ആഗോള നിക്ഷേപ സംഗമം നടത്തി. അതൊക്കെ സുതാര്യമായിരുന്നല്ലോ, ജനങ്ങളുടെ മുന്നിലല്ലേ. അതിൽ ആരോപണങ്ങൾ ഉണ്ടാവുക, അതൊക്കെ ഇടതുപക്ഷം അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ അതുപോലെ അല്ല സതീശൻ അടിമുടി കേവലം 2 മാസക്കാലം കൊണ്ട് 2000 പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകേണ്ടത് എത്ര നാൾ പോകാൻ കഴിയും? അദ്ദേഹം ഇപ്പൊ ഈ തൂഫാൻ യാത്രയെക്കുറിച്ച്, ഈ തൂഫാനെ കുറിച്ച് തന്നെ പറയട്ടെ. ശ്രീ മനു, നമ്മൾ ഇതൊക്കെ കൂട്ടി വായിച്ചാൽ പച്ചയായ സത്യമല്ലേ? എന്തുകൊണ്ടാണ് ആദ്യം ധനകാര്യം ചെന്നിത്തലയ്ക്ക് കൊടുക്കാം, ആഭ്യന്തരം ഞാൻ കൊടുക്കില്ല എന്ന് ആദ്യം വാശി പിടിച്ചല്ലോ? കാര്യം എന്താ? ഇവരുടെ തമ്മിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അത് കൃത്യമായി വിനിയോഗിക്കും. ചെന്നിത്തല ആഭ്യന്തരം വിനിയോഗിച്ചാൽ അത് എനിക്ക് പാരയായി മാറും എന്ന് സതീശൻ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം ആഭ്യന്തരം കൊടുക്കാതിരുന്നത്. പിന്നെ ഇദ്ദേഹം പിണങ്ങി അവിടെയൊക്കെ കറങ്ങി നടന്നേക്ക് നമുക്കറിയാമല്ലോ. വീട്ടിൽ കയറാതെ ചില പിന്നെ ഈ ആൾക്കാർ നടക്കുന്നതൊക്കെ അദ്ദേഹം വീട്ടിൽ കയറാതെ ഗുരുവായൂർ അവിടെയൊക്കെ പിടികൊടുക്കാതെ ഓടി കളിച്ചപ്പോഴാണ് ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാൻ തയ്യാറായത്. അതിൽ നിന്ന് വ്യക്തമായില്ലേ ശ്രീ മനു, അദ്ദേഹത്തിന് പോലീസിന് ഭയമുണ്ട്. അല്ലെങ്കിൽ ഈ ഏത് രാഷ്ട്രീയം, ഇപ്പൊ ഇടതുപക്ഷക്കാരായാലും ശരി തന്നെ, ഒരു പ്രദേശത്ത് ഞങ്ങളൊക്കെ ഇവിടുത്തെ ലോക്കൽ രാഷ്ട്രീയക്കാരാണ്. ഈ ചാത്തന്നൂരിൽ ഒരു മന്ത്രി, ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രി വന്നാൽ ഞങ്ങൾ അതിൽ ദുരൂഹത്തിൽ ഞങ്ങൾ കാണും, കണ്ടില്ലെങ്കിൽ ഞങ്ങൾ പരാതി പറയും. ഇപ്പൊ ഞങ്ങൾ ലൈവായിട്ട് പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാളുടെ വീട്ടിൽ മാത്രമേ എന്റെ നാട്ടിലെ എന്റെ നേതാവ് വരൂ. ഞാൻ ചാത്തന്നൂർ രാധാകൃഷ്ണൻ, ഇടതുപക്ഷ പ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം. അപ്പോ അദ്ദേഹം ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല. തൂഫാൻ, നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പിടിച്ചു ഞാൻ അവൻ എന്നെ കെട്ടി എന്ന് പറയുന്ന ഒരു തമാശ ഡയലോഗ് മനുവിന് അറിയാമല്ലോ. പിടിച്ചു ഞാൻ അവൻ എന്നെ കെട്ടി. ആ അവസ്ഥയായി ഇപ്പൊ സതീശന് തൂഫാനിൽ. ഇത് കോൺഗ്രസിന്റെ, ഞാൻ മുമ്പ് ഒരു കാര്യത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, കോൺഗ്രസിന്റെ അവസ്ഥ അറിയാമല്ലോ. കോൺഗ്രസിന് ഒരിക്കലും 5 കൊല്ലം ഭരിക്കാൻ പറ്റത്തില്ല. കരുണാകരനെ വലിച്ചു താഴെ ഇട്ടിട്ട് ആന്റണി കയറും, ആന്റണിയെ വലിച്ചു താഴെ ഇട്ടിട്ട് കരുണാകരൻ കയറും. ഇത് ചരിത്രത്തിന്റെ ആവർത്തനം. പറയാൻ ഉദ്ദേശിച്ച കാര്യം അങ്ങ് പറഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ പ്രേക്ഷകരും കാത്തു നിൽക്കുന്നു. വളരെ വ്യക്തമാണ് ഏതായാലും പ്രതികരണം. അപ്പോൾ ഞാൻ നിരന്തരം സതീശൻ്റെ എടുക്കുന്നു എന്നതാണ് വിഷയം എടുക്കുന്നു എന്നതാണ് ശ്രീ ശശിധരൻ പിള്ളയുടെ ആരോപണം. അപ്പോൾ സതീശനെ പറ്റിയാണ് കൂടുതൽ ചർച്ച നടത്തുന്നത് എന്ന് ശ്രീ ശശിധരൻ പിള്ള പറയുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ്. എന്നോടൊപ്പം ശ്രീ നാരായണൻ ശ്രീകണ്ഠാപുരത്തു നിന്ന് ചേരുന്നുണ്ട്. ശ്രീ നാരായണൻ യൂത്ത് കോൺഗ്രസിൻ്റെ അംഗമാണ്, പ്രവർത്തകനാണ്. ഇയാളെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തോട് ശ്രീ നാരായണൻ എന്താണ് പ്രതികരിക്കുന്നത്? നമസ്കാരം. 1-2 ദിവസം കിട്ടിയില്ല, എന്നാലും കിട്ടിയല്ലോ. അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നേരത്തെ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. കാരണം നമ്മളത് കാണുന്നല്ലേ, ഇത് എന്തെല്ലാമാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. കേറി അന്ന് മുതൽ ദുരോഗത്തില് എന്തെങ്കിലും അയാൾ തെളിച്ചു പറഞ്ഞോ? ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആള് ഇതുവരെ ഒന്നും തെളിച്ചു പറഞ്ഞിട്ടില്ല. അയാൾ പോകുന്ന കാര്യം വരുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ അതുമാത്രല്ല, നമ്മൾ ആദ്യത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണമാണ് ഓർമ്മ വരുന്നത്. ജോപ്പാനെ കൊണ്ട് കുറെ കളിച്ചു എന്ന് പറഞ്ഞ പോലെ ഭരണം വന്നപാടന്നെ ഇതുപോലുള്ള ആളുകളെ കൊണ്ട് കളിപ്പിക്കുകയാണ്. പക്ഷെ ഒരു നല്ല പരിപാടികളും ചെയ്യുന്നില്ല. ഓണത്തിനൊക്കെ പലതരത്തിലുള്ള വിളക്ക്. അപ്പൊ നമുക്ക് അത് ആ വിഷയം മനസ്സിലായി. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പൊ ഡൊണാൾഡ് ഒക്കെ എന്നോടൊപ്പം ചേരുന്നു. എനിക്ക് കാവ്യ ഹൃദയങ്ങൾ ഒക്കെ അയക്കുന്നുണ്ട്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സതീശനെതിരെ കേസെടുക്കണം എന്നൊക്കെ ജയകുമാറിൻ്റെ ഒരു പരിഹാസം ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കേസ് മാത്രമല്ല, ഒരു ജനപ്രതിനിധി, ഒരു മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് വലിയ ഉത്തരവാദിത്വമുണ്ട്. നിയമപരമായി ചിലപ്പോൾ ശരിയായിരിക്കാം, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കാൻ കഴിയുമ്പോഴാണ് അതൊരു വലിയ വിഷയമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ജയകുമാർ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു എന്ന് പറയുന്നു. ശ്രീമതി ഗീതാ മേനോനുണ്ട്. ഇറ്റ്സ് വെരി സാഡ് ടു നോട്ട് ദാറ്റ് കേരള, ജസ്റ്റ് ലൈക്ക് കൺട്രീസ് ഇൻ ലാറ്റിൻ അമേരിക്ക, ഇസ് ബിക്കമിംഗ് എ ഹബ് ഓഫ് ഡ്രഗ്സ് ആൻഡ് നാർക്കോട്ടിക്സ്, വെദർ an acquaintance of CM or not. അതായത് മുഖ്യമന്ത്രിയുമായി അടുപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് മയക്കുമരുന്ന് ലോബിയുടെ ഒരു ശക്തിയാണ് ഇവിടെ കാണുന്നതെന്ന് ശ്രീമതി ഗീതാ മേനോൻ എന്നോട് പറയുന്നു. അപ്പോൾ ആ എക്വൈൻറ്റൻസിനെ കുറിച്ചാണ് അവരുടെ പ്രതികരണം. അപ്പോൾ സതീശൻ്റെ രാജി ആവശ്യപ്പെടാൻ ഒരു കാരണമായി എന്ന് ശ്രീ ശശിധരൻ എന്നെ പരിഹസിക്കുന്നുണ്ട്. നമ്മുടെ ദീപുവിനെ കാണാനില്ല എന്ന് എല്ലാ ദിവസവും എന്നോട് പ്രേക്ഷകർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ പൊതുവേദിയിൽ ദീപു വരാത്തതെന്താണ്? അപ്പോൾ ദീപു
എനിക്ക് തോന്നുന്നത് ഒരു എന്നോട് പറഞ്ഞതാണ്, ആ പൊതുവേദിയിൽ പറഞ്ഞതാണ്. അദ്ദേഹം വിദേശത്താണ്, ഇപ്പോൾ നാട്ടിൽ നിന്ന് അദ്ദേഹം വീണ്ടും തിരിച്ച് അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിലേക്ക് തിരിച്ച് അവർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ വീണ്ടും പ്രവാസിയായി പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ സമയം കിട്ടാറില്ല എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷേ കുറേ ആയിട്ട് ഇപ്പോൾ വിളിക്കാറുമില്ല. അപ്പോൾ ഈ ചില ദിവസങ്ങളിൽ ഇത് പൊതുവേദി കാണുന്നു എല്ലാ ദിവസവും എന്നാണ് ഏറ്റവും ഒടുവിൽ എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പൊതുവേദി കാണുന്നുണ്ടാകുന്നു. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമായിട്ട് ഒരാളെയും നമ്മൾ മറക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെയൊക്കെ ഓർമ്മകളിൽ ആളുകളുണ്ട്. അപ്പോൾ വിളിക്കാത്തവരും വിളിക്കുന്നവരും ഒക്കെ നമ്മുടെ ഓർമ്മകളിൽ ഉണ്ട്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേരുന്നു. അപ്പോൾ എന്നോട് സുനിൽകുമാർ ചോദിക്കുന്നത് ശ്രീ ചാത്തന്നൂരിനോടാണ് ചോദിക്കുന്നത്, വിദേശത്ത് പോയി റൂം ഫോർ റിവർ എന്താ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റിവർ റൂമിലെത്തിയ എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ ഇപ്പോൾ പലയിടത്തും നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിരിക്കും ഈ സുനിൽകുമാറിൻ്റെ ഈ പരിഹാസവും. ജോൺ വിൽഫ്രഡ് എന്നോട് നമസ്കാരം പറയുന്നു. വി ഡി സതീശൻ ഈസ് ബെസ്റ്റ് എന്ന് പറയുന്നു. സുനിൽ ജോസഫ് എനിക്ക് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ചുവന്ന പൂക്കളൊക്കെ അയക്കുന്നുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ച ന്യൂസ് 18 മനുവിന് അഭിനന്ദനങ്ങൾ. ശരി, ശ്രീകൃഷ്ണൻകുട്ടിയുടെ അഭിനന്ദനങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. ഡൊണാൾഡ് ഡക്ക് എന്നോട് പറയുന്നത്, ഗീതാ മേനോനോട് പറയുന്നത് അവർ പറഞ്ഞത് വളരെ ശരിയാണ്. കേരള ഈസ് ഇങ്ങനത്തെ ഒരു ഡ്രഗ്സ് സിറ്റുവേഷനിലേക്ക് നീങ്ങുന്നു എന്നതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി ദീപു ഗൾഫിലാണ് എന്നൊക്കെ ആണ് ആ കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കുന്നത്. പോലീസ് അറ്റ്ലീസ്റ്റ് ബോതർഡ് അബൌട്ട് ദി ഗവൺമെൻറ്, ദാറ്റ്സ് വൈ TG മോഹൻദാസ് ഗോട്ട് ബെയിൽ എന്നോട് ശ്രീ ഷിജു പറയുന്നു. അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്നൊക്കെ നമ്മുടെ ശശിധരൻ പറയുന്നുണ്ട്. ശ്രീ ശശിധരൻ, രാധാകൃഷ്ണൻ ചാത്തന്നൂരിനെ പോലെയുള്ളവരെ ഇടതുപക്ഷത്തിന് ആവശ്യമെങ്കിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്നാണ് ജയകുമാറിൻ്റെ പരിഹാസം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സുനിൽ ജോസഫും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് ചുവന്ന പൂക്കൾ ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ മധു പാലക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മധു, നമുക്കിന്ന് കുറച്ച് പ്രേക്ഷകർ അധികമുള്ളതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, അത് ചുരുങ്ങിയ വാക്കിൽ പറയാം സാറേ. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതുപോലുള്ള ആൾക്കാരുണ്ടാവും. ഇത് എങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടെ അങ്ങനെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒളിച്ചോടാൻ കഴിയും? ഒരാൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കണേ ആ നാട്ടിലെ പ്രാദേശിക നേതൃത്വത്തിന് അത് അറിയില്ലേ? അത് അറിയില്ലേ? അത് പ്രാദേശിക അവർക്കറിയാം സാറേ, അറിയാം. പക്ഷെ അത് ഈ പോകുന്ന നമ്മുടെ മെയിൻ പ്രമുഖന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒന്നാമത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെയും ഒരാൾ ഡൽഹിയിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പുള്ളിയുടെ ഇത്തിരി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സാറേ, ഈ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരുടെയും ജാതകം പരിശോധിക്കാൻ പറ്റില്ല. നമ്മുടെ ഫോട്ടോ എടുക്കാൻ വരുന്നവരെ നമുക്ക് സ്വാഭാവികമായിട്ട് പരിശോധിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു നാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് പറയുമ്പോൾ അവിടെ ആ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട സംഭവത്തിന്റെ ഭാഗമായ ആളുടെ വീട്ടിലേക്ക് ഒരു കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പോകുമ്പോൾ അന്വേഷിക്കില്ല? അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒന്നും ശ്രദ്ധിക്കാതെ എല്ലാത്തിലും ചാടിപ്പുറപ്പെടുകയാണ്. ഇപ്പൊ നമ്മളെ നേരത്തെ ഊണ് കഴിക്കാൻ പോയതൊക്കെ കണ്ടില്ല സാറേ, അതൊക്കെ വലിയൊരു ചർച്ചയല്ലേ. കാരണം ഇത്തിരി ശ്രദ്ധ കുറവുണ്ട്. കാരണം അനുഭവം ഈ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്രി കസേരയിലോ എന്നിലും ഇരുന്നൊരു പരിചയം ഇല്ലാത്തതിന്റെ ഒരു അനുഭവ കുറവുണ്ട്. പിന്നെ സാറേ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം സാറേ. നമ്മളിപ്പോ സാറേ ഇവരെ പുറത്താക്കി എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെയും പുറത്താക്കിയെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിട്ടും ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്ഥിതി ഇപ്പോഴത്തെ എന്താണെന്നുള്ളത് ഒന്ന് എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി ഈ പിടിച്ച ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി എന്താവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നുണ്ട് വൈറ്റിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, ഇവിടെ ഒരു ചെറിയ ജാഗ്രതക്കുറവുണ്ടായി എന്നതാണോ, അതോ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ആ സംഘടനയുടെ പ്രാദേശിക നേതൃത്വം വലിയ തോതിൽ ശ്രദ്ധിച്ചില്ല എന്നാണോ, വന്നവരെയൊക്കെ നവകേരള യാത്രയൊക്കെ പ്രതിഷേധിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്? നമസ്കാരം. ഇതിപ്പോ കുറച്ച് ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് എല്ലാവരെയും ഇത് ചെയ്യാൻ പറ്റൂല. കാരണം ഇതിപ്പോ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യിക്കേണ്ടതൊക്കെ. പിന്നെ ഇന്ന് വിശദീകരണം തന്നിട്ടുണ്ട് മുഖ്യമന്ത്രി. എന്തായാലും നടപടികളൊക്കെ ഉണ്ടാവും. ആ വിശദീകരണത്തിൽ തൃപ്തിയുണ്ടോ? അത് മതിയോ? തൃപ്തിയല്ല, അത് പോരാ. നടപടികൾ വരും, എടുക്കും. പിന്നെ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ CPM MP ഗോവിന്ദനൊക്കെ കൂടിയാണ് കഴിഞ്ഞ ഭരണം ഇല്ലാണ്ടാക്കിയതും ഇങ്ങനെയൊക്കെ ആക്കിയത്. ഇപ്പൊ ഇരിക്കണ കണ്ടില്ലേ. പിന്നെ ഇവരൊക്കെ എന്താ ചെയ്തേക്കണം? ഒരു നടപടി പകരത്തിന് പകരമല്ല ഞാൻ പറഞ്ഞത്. ഈ ആലപ്പുഴയിൽ നമുക്കറിയാം, മെമ്പർ വരെയും പഞ്ചായത്ത് മെമ്പർ വരെയും അവിടെ മയക്കുമരുന്ന് പിടിച്ചിട്ട് ഇത് ചെയ്താ. പിന്നെ വെട്ടിക്കൊല കേസിൽ സ്വീകരണം കൊടുത്തിട്ടുള്ള പാർട്ടികളാണ് ഇവരൊക്കെ. എന്നിട്ട് ഇപ്പൊ ഇരുന്നിട്ട് പറയണ കേട്ടില്ലേ.
ഇവര് കൊലപ്പുള്ളികൾക്ക് മാലയിടലും സ്വീകരണവും ജയിലിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് കൊടുക്കുന്ന പാർട്ടിയാണ് ഇവര് കുട്ടിച്ചോറാക്കി ഇവിടെ മയക്കുമരുന്നും മദ്യമൊക്കെ ഒഴുക്കിയിട്ടാണ് ഇരുന്ന് സംസാരിക്കണത്. കഴിഞ്ഞ ഭരണത്തിൽ മദ്യം തന്നെ ഇരുന്ന് ഏറ്റവും വലിയ കഷ്ടം. അതിലാണ് ഈ ഭരണം തന്നെ പോയത്. എന്നിട്ട് ഇപ്പൊ ഇരുന്ന് പറയണ കേട്ടില്ല, ഒന്നും അറിയില്ല, ഇവരൊന്നും കാണാത്ത പോലെ ഇരിക്കണ. ഇതിന്റെ മെയിൻ ആള് ആരാണ്? ഈ ഗോവിന്ദനാണ്, പാർട്ടി സെക്രട്ടറി. അയാളൊക്കെ കൂടിയാണ് ഈ കാണിച്ച് ഇത്രയും കൂട്ടി വെച്ചേക്കണം. ഇതെന്തായാലും മയക്കുമരുന്ന് തൂഫാൻ വന്നതിന്റെ പേരിൽ ഒരുവിധപ്പെട്ടതൊക്കെ ഇപ്പൊ അടുങ്ങിയിട്ടുണ്ട്. കാരണം ഇഷ്ടം മാതിരി കേസുകൾ ഇത് ചെയ്യുന്നുണ്ട്. കാരണം നല്ല ഒരു അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടക്കണമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത്തിരി പേടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ വന്ന് നടപടി എടുക്കുമെന്ന്, അല്ലാണ്ട് ഇപ്പൊ ആ 2 മാസമായിട്ട് സതീശനായി വന്നല്ലേ ഉള്ളൂ. ഒരുവിധം ഇതായിട്ട് വരട്ടെ, അപ്പോഴത്തേക്ക് നടപടികൾ കാര്യങ്ങളൊക്കെ വരും. തുടങ്ങുമ്പോ തന്നെ പുള്ളിയെ ഇട്ടൊന്നുമല്ലാണ്ടാക്കണം, ശരിയല്ലല്ലോ. ശരി. ശ്രീ രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ, ഇത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ എല്ലാം അന്വേഷിക്കാൻ കഴിയില്ല. കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് പറഞ്ഞ് കതറൊക്കെ ഇട്ട ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായും വിശ്വസിച്ചു പോകും. അവർക്കിങ്ങനെ മയക്കുമരുന്ന് കേസിലൊക്കെ ബന്ധമുണ്ട് എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. 139 ഗ്രാം MDMA-യുമായി പിടിച്ചു ഒരാളെ. അപ്പോൾ അത് അയാൾ നേരത്തെ ഈ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന തരത്തിൽ അദ്ദേഹം കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അത് പറയുമ്പോൾ അതിന് മുൻപേയും അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ഫോട്ടോകളൊക്കെ ചിലരൊക്കെ ഇടുന്നുണ്ട്. അത് സത്യമാണോ എന്നൊക്കെ ഉള്ളത് ഇനി അദ്ദേഹം അടുത്ത് പറയേണ്ടതാണ്. ഇത് കേൾക്കുമ്പോൾ ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച വന്നതെന്നാണ് ശ്രീ രാജൻ കരുതുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. നമുക്കിപ്പോ ഇതിൽ പറയാനുള്ളത് വെച്ചിട്ടിപ്പോ സതീശന്റെ കൂട്ടാളികളാണ് MDMA ആയിട്ട് പിടിച്ചത്, 139 ഗ്രാം പിടിച്ചതും ഇതൊക്കെ ശരി തന്നെയാണെന്ന് അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ മുന്നിലുള്ള ബന്ധം നിഷേധിക്കാനൊന്നും പറ്റില്ല. ഇതിലും പടെ വേറെ ചാനലുകൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ സതീശൻ പറഞ്ഞ മറ്റേ യാത്രക്ക് ആണ് ഞാൻ അവരെ പരിചയപ്പെട്ടത്. ആക്സിഡന്റിന് ശേഷമാണ് അവരെ ഞാനായിട്ട് ഒന്ന് കാണാൻ പോയത് എന്നൊക്കെ പറയുമ്പോൾ VD സതീശനാണ് എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹം 100-ൽ 50% നുണയാണ് പറയുക, സത്യാന്തമായുള്ള കാര്യം പറയില്ല. സംഗതി ഇപ്പൊ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വിൽപ്പനക്കാരുണ്ടാവും, ഇതൊക്കെ സ്വാഭാവികം. അപ്പൊ നേരത്തെ ഇപ്പൊ ആരാണോ അയാളുടെ പേര് അയാള് സംസാരിച്ചത് CPM-ന്റെ ഒരു അനുഭാവി എന്ന നിലയ്ക്കാണ് ആൾ സംസാരിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു അനുഭാവി സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിപ്പോ പിടിച്ചു എന്ന് വെച്ചിട്ട് സതീശൻ എന്തിനേയും നിഷേധിക്കണേ. ഇപ്പൊ ഞാൻ പറയോ ആദ്യം ശരിയാണ്, ഞാൻ അയാൾ കൂടെ നടന്നിട്ടുണ്ട്, അയാളെ പാർട്ടിപരമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പാർട്ടി നിലപാട് ഭംഗിയായിട്ട് അദ്ദേഹത്തിനെ പിടിച്ച് പുറത്താക്കി. എന്താ അവിടെ ഒരു കുറവ്? അങ്ങനെയൊന്ന് പറഞ്ഞാൽ അല്ല, ഇവരൊക്കെ പുണ്യാളന്മാരോ? ഇതിപ്പോ CPM-ൽ ഇതേപോലെ ആൾക്കാരുണ്ടോ ഉള്ളതെന്ന് വരുമ്പോ കാര്യങ്ങളൊക്കെ അറിയാം. ചിലപ്പോ മുന്നേ പിടിച്ചിട്ടുണ്ടാവും. നിഷേധിക്കാൻ പാടില്ല എന്നേ. ആ സാധനം ഞങ്ങളുടെ അത് പാർട്ടിയെ കണ്ടറിഞ്ഞ അതിന് നിലപാടെടുത്തു, നടപടിയെടുത്തു, അദ്ദേഹത്തിനെ പിടിച്ച് പുറത്താക്കി. നാവെടുത്ത നുണ പറയുന്ന VD സതീശനെ കേരളീയർ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ അതിന് മറുപടി കൊടുക്കാൻ രണ്ടാരാ പറഞ്ഞ രക്ഷികളെല്ലാം കാത്തിരിക്കേണ്ടി വരും. സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ. റെജീന എന്നോടൊപ്പം ചേർന്ന് ഓച്ചിറയിൽ നിന്നാണ്. ശ്രീ റെജീന, റെജീന കേൾക്കാമോ? കേൾക്കാം. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഘടകം ശ്രീമതി റെജീന, ഇത് യൂത്ത് കോൺഗ്രസ്, ഇത് സത്യമാണോന്ന് എനിക്കറിയില്ല, 2015 ബംഗാളിയിൽ ഒരു വലിയകുളം യൂണിറ്റ് ലഹരിക്കെതിരെ നാട് ഉണരുക എന്ന പരിപാടി പ്രഭാത നടത്തമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ആ പ്രഭാത നടത്തത്തിൻ്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ 139 ഗ്രാം ഹെറോയിനുമായി അല്ലെങ്കിൽ MDMA-യുമായി ഒക്കെ പിടിയിലാകുന്നത്. സാർ, ഇതിനകത്തൊരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ടി ഭരിച്ചാലും അതിനകത്തൊക്കെ ഇതുപോലുള്ള ആൾക്കാർ കാണും. പക്ഷെ ഇവര് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവര് പറയുന്ന കാര്യങ്ങളല്ലല്ലോ ഇവര് ഭരണപക്ഷത്ത് വരുമ്പോൾ പറയുന്നത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഇതുപോലൊരു പിണറായി വിജയന്റെ ഏതെങ്കിലും ഒരു ആൾ ഇതുപോലെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പിണറായി വിജയന്റെ മാത്രം കുറ്റമാണെന്നുള്ള രീതിയിലായിരുന്നു VD സതീശൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന് ഈ ന്യായീകരണം പറയുമ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല്ലാത്ത ഒരു മേഖലയില്ല, എല്ലാ മേഖലയിലും ക്രിമിനൽസുണ്ട്. അധ്യാപകരുടെ മേഖലയിൽ ഇപ്പൊ ക്രിമിനൽസിനെ പിടിച്ചില്ലേ നമ്മള്, അതുപോലെ എല്ലാ മേഖലകളിലും ഉണ്ട് ഇത്. ഇത് അംഗീകരിക്കുക പരസ്പരം ഇവര് മന്ത്രിസഭ മാറുന്ന സമയത്ത് ഇവര് പരസ്പരം കുറ്റം ചേരുന്നതാണ് പൊതുജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. അതായത് ആരോപണങ്ങൾ വരുമ്പോൾ, തങ്ങൾക്ക് നേരെ വരുമ്പോൾ അത് ഇങ്ങനെ പറയുക, മറുപക്ഷത്തിനെതിരെ ആകുമ്പോൾ ശക്തമായി രാഷ്ട്രീയ ആയുധമാക്കുക എന്ന രീതിയാണ്. ആയുധമാക്കുക, അതിനെതിരെ പ്രവർത്തിക്കുക, റോഡിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക, ഇതാണ് ഇവരുടെ പരിപാടി. ഇവര് മൊത്തം രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന പരിപാടി ഇതൊക്കെ തന്നെയാണ്. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നെന്ന് പറയുന്നതാണ്. ഏതായാലും ഓപ്പറേഷൻ തൂഫാൻ നല്ല നിലയിൽ പോകുന്നു എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ? ആളുകളൊക്കെ വീഴുന്നുണ്ട്, അതിൽ പെടുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെതിരെ ആ തൂഫാനകത്ത് തന്നെയാണ് ഈ പ്രവർത്തിച്ചിരിക്കുന്നത്. ശരി, ഓക്കെ.
വളരെ വ്യക്തമാണ്. ശ്രീമതി റെജീന എന്താ ചെയ്യുന്നെന്താ? ഞാൻ ഹൗസ് വൈഫ് ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശ്രീ ശിവദാസൻ എന്നോടൊപ്പം ചേരുന്നത് ബാലരാമപുരത്തു നിന്നാണ്. അതിനു മുമ്പേ സുബ്രഹ്മണ്യൻ കൂടി എന്നോടൊപ്പം. ശിവദാസൻ ഒരു മിനിറ്റ്, അതിന് മുമ്പേ നമ്മുടെ സുബ്രഹ്മണ്യൻ ഉണ്ട് പെരുമ്പാവൂർ നിന്ന്. അദ്ദേഹം അവിടെ വെയിറ്റിംഗ് ആയിരുന്നു, ഞാൻ കണ്ടില്ല. ശ്രീ സുബ്രഹ്മണ്യൻ പെരുമ്പാവൂർ. സാർ നമസ്കാരം. നമസ്കാരം. സാറ് ഓഡിയൻസ് കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് പറയാം. ഇതിപ്പോ ഇത്തി തൊട്ട് മുമ്പ് പറഞ്ഞ ആ മാഡം പറഞ്ഞ കറക്റ്റാ. ഇപ്പൊ തൂഫാനിലുള്ളവരെ തന്നെ പിടിച്ചത്. അപ്പോ അതിനോടുള്ള ബന്ധത്തിന് എന്റെ ഒരു അഭിപ്രായം, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മന്ത്രിമാരെക്കാൾ അവര് ഈ ലോക്കൽ ആൾക്കാരെ ശ്രദ്ധിക്കാൻ കഴിവുള്ളതും അറിയാവുന്നതും ലോക്കൽ ഗാർഡിയന്മാരാണ്. അത് ലോക്കൽ നേതാക്കന്മാരാണ്. ഇനി അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ഇത് UDF നേതൃത്വത്തിലാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ UDF ഒരാള് ഇതിൽ പെടാതെ പരമാവധി UDF ശ്രദ്ധിക്കണം. കാരണം ഇത് പല സ്ഥലത്തുനിന്നും വിമർശനങ്ങൾ വരുന്ന, പ്രത്യേകിച്ചും പെരുമ്പാവൂരാണ് ഇതിന്റെ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നാടിന്റെ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടി ഇറങ്ങി. അവിടെ എങ്ങനെയുണ്ട് ശ്രീ സുബ്രഹ്മണ്യൻ? അവിടെ ഇതൊക്കെ കുറഞ്ഞോ? ഇതൊക്കെ ആളുകൾ ഇത്തരക്കാരൊക്കെ പിടിയിലായോ പെരുമ്പാവൂരിലൊക്കെ? പിടിയിലാകുന്നുണ്ട് സാറേ. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ, ശിക്ഷ വർദ്ധിപ്പിക്കുകയും ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്താൽ ഇനിയും ഇത് ഒരുപാട് അമർച്ച ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പോൾ കൂടുതൽ ആളുകളിലുണ്ടാണ്. ഏതായാലും അങ്ങ് നമ്മൾ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. അപ്പോൾ ശരത്ത് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പൊതുവേദിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കാണുന്നു ശരത്തെ ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്കിങ്ങനെ പ്രേക്ഷകർ ധാരാളം ഉള്ളതുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളിൽ. ശ്രീ ശരത്ത്. ഓക്കെ, ഞാൻ ശരത്തിലേക്ക് വരാം. അപ്പോൾ ശരത്ത് എനിക്ക് വാട്സപ്പിൽ അയക്കുന്നു, ഞാനിത് കാണുന്നു, മെസ്സേജ് അയക്കുന്നുണ്ട്. ശ്രീ കുട്ടൻ വിളക്കത്തല നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എന്നോടൊപ്പം ഉണ്ട്. സതീശനെ ഇങ്ങനെ പേടിക്കേണ്ട, സഖാക്കൾ 10 വർഷം ഭരിച്ചിട്ടും ഒരു ആളും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അതാണ് സഖാക്കളുടെ വിഷമം എന്ന് കുട്ടൻ വിളക്കത്തല നമ്മുടെ സതീശിനൊപ്പമാണ്. മോളുടെ അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് കമൻ്റ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരത്ത് ബാലരാമപുരം എന്നോടൊപ്പം ഇതിലുണ്ട്, ചേർന്നിട്ടുണ്ട്, യൂട്യൂബിലുണ്ട് എന്ന് എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ അണികളിൽ എല്ലാവിധ സ്വഭാവ ദൂഷ്യങ്ങളും ഉള്ള ആൾക്കാരുണ്ടാകും. എന്നാൽ അവരെയൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ നേതാക്കന്മാരും അറിഞ്ഞുകൊണ്ടാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് എന്നോട് സദാശിവൻ നായർ പറയുകയാണ്. ശ്രീ സദാശിവൻ നായർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശിവദാസൻ നായർ ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ശ്രീമതി ശാന്തകുമാരി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. VD സതീശൻ നുണ പറയുന്ന ആളും പിണറായി വിജയൻ സത്യം മാത്രം പറയുന്ന ആളാണെന്ന് സാധാരണക്കാരന് വിശ്വസിക്കാൻ പ്രയാസമാണ്. എല്ലാ പാർട്ടിയിലും നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ടാകും എന്ന് എന്നോട് ശ്രീമതി ശാന്തകുമാരി പറയുകയും ചെയ്യുന്നു. വേണുഗോപാൽ എന്നോടൊപ്പം ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ശ്രീ വേണുഗോപാൽ. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നു. ഹലോ, ശ്രീ വേണുഗോപാലിന് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? അത് കോൺഗ്രസിനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയോ? ഓപ്പറേഷൻ തൂഫാനിനെ ഈ സംഭവം പ്രതിരോധത്തിലാക്കിയോ? ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി വളരെ നല്ല പരിപാടിയാണ്. അതിൽ ഇനി എന്തായാലും ശരി, ഒരാളെങ്കിൽ ഒരാൾ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നവരെയോ പിടിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് നേരത്തെയുള്ള ഗവൺമെന്റ് കുറേയേറെ ചെയ്തിട്ടുണ്ടല്ലോ. തൂഫാൻ പുതിയ പേരിൽ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവിടെ അതല്ലല്ലോ പ്രശ്നം. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഒരാള് ഇതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ നേരത്തെ ആരോ പറഞ്ഞതുപോലെ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും ഇത്തരം ആൾക്കാർ മുതലെടുക്കുന്നത്. അവരെ സംരക്ഷിക്കാൻ നിൽക്കാതിരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോ അവരെ പിടിച്ച ഇതിന്റെ നോഡൽ ഓഫീസറെ മാറ്റിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇത് അദ്ദേഹത്തിന് ഒട്ടും സഹിച്ചില്ല എന്നുള്ളതല്ലേ മുഖ്യമന്ത്രിക്ക്? ഹലോ, കേൾക്കുന്നു. അല്ല, അത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിൽ എന്തൊക്കെയോ കഴമ്പുണ്ട് എന്നുള്ളതല്ലേ? മുഖ്യമന്ത്രി സഹചാരികൾ കുറെ ഏറെ പേർ ഇതിന്റെ പ്രചാരകളാണ് അല്ലെങ്കിൽ കച്ചവടക്കാരാണെന്ന് തെളിയിക്കുന്നതല്ലേ? ഹലോ, കേൾക്കുന്നു. അല്ല, നോഡൽ ഓഫീസറെ മാറ്റിയതിന്റെ കാരണത്തെ കുറിച്ച് അവരാരും പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട് മാറ്റി വളരെ പെട്ടെന്ന്? വ്യക്തമാണ്, താങ്കളുടെ പ്രതികരണം വ്യക്തമാണ്. അപ്പോൾ ശ്രീ ശിവദാസൻ. നമസ്കാരം സാറേ. നമസ്കാരം. ഓക്കെ സാറേ, നമ്മള് 10 വർഷം കേരള മുഖ്യമന്ത്രി നമ്മളെ പിണറായി സഖാബ് മുഖ്യമന്ത്രി ഭരിച്ചു. വളരെ ആത്മാർത്ഥത്തോടെ നമ്മളെ നമ്മൾ സ്വാഗതം ചെയ്തു, മുഖ്യമന്ത്രിയായി. പക്ഷെ ഇതേപോലെ കള്ളന്മാർക്ക് കൊട പിടിക്കുന്നതും കള്ളന്മാർ കൂട്ടിക്കുന്നതും മയക്കുമരുന്നിന് കൂട്ടിക്കുന്നതിന് മുഖ്യമന്ത്രി ആദ്യം ഞാൻ കാണുന്നത്. കാരണം എന്റെ മണ്ഡലം കാട്ടകട മണ്ഡലത്തിൽ ഒരു പാവപ്പെട്ട 3 കുഞ്ഞുങ്ങളും ഒരു മുത്തച്ഛിയും
ഇന്ന് മെരിഞ്ഞാന്ന് ചവിട്ടി കയ്യും കാലും ഒടിച്ച് കാട്ടാക്കട MLA ഗുണ്ട ഒടിച്ച് വീട് പണിയാന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് 50,000 അഡ്വാൻസ് വാങ്ങിയിട്ട് അവരെ പേരിൽ കോടിയുടെ പിരിച്ചെടുത്തിട്ട് അവിടുത്തെ കോൺഗ്രസ് നേതാവ് വനിതാ നേതാവും MLA ഗുണ്ടയുമായ ഒരുത്തൻ പേര് പറയുന്നില്ല കയ്യും കാൽ ചവിട്ടി ഒടിച്ചിട്ട് ഈ നിമിഷം വരെയും നടപടി സ്വീകരിക്കാൻ നമ്മളെ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ സാധിക്കുന്നില്ല. കാരണം വി.ഡി. സതീശന്റെ ഓരോ കളത്തരവും ഓരോ പരാജയവും ഒറ്റുനോക്കുന്ന ആളാണ് നമ്മളെ ആഭ്യന്തരമന്ത്രി. ഈ ഇപ്പോഴത്തെ മൈക്കിൽ പിടിക്കുന്ന പേരിട്ടില്ല. ആ പേരിട്ട് പിടിക്കാൻ കാരണം അങ്ങനെ പിടിച്ചാലേ വി.ഡി. സതീശനെ വെളിയിലാക്കാൻ പറ്റൂ. ഇവർ രണ്ടും തമ്മിലാ പോയിട്ട് കള്ളം രണ്ട് കള്ളാരി വെച്ച മോരാ. ശരി, അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായത് കൊണ്ടാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, അപ്പോൾ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് സുനിൽ പിന്നെ നമ്മുടെ കമൻ്റായിട്ട് ഇടുകയാണ്. ഇപ്പോൾ അയാളുടെ കമൻ്റൊന്നും ഞാൻ വായിക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം പിണങ്ങി പോവുകയാണെന്ന്. ഞാൻ അങ്ങനെ എല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് വായിക്കുന്നില്ല എന്ന് പറയുന്നതെന്ന് അറിയില്ല. ഏതായാലും ശശിധരൻ പറയുന്നുണ്ട് പ്ലീസ് വെയിറ്റ്, ഉടനെ വായിക്കും, പിണങ്ങി പോകാതെ എന്നൊക്കെ അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വി.ഡി. സതീശൻ തുടർച്ചയായി നുണ പറയുന്നു എന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടിയുടെ പരിഹാസം. ഇടതായാലും വലതായാലും MDMA ഈ സഹവാസമില്ലാത്ത ഭരണമില്ലല്ലോ എന്ന് ശ്രീ മുരളി പരിഹസിക്കുന്നു. മുഖ്യമന്ത്രിക്ക് മയക്കുമരുന്ന് മാഫിയ കൊള്ളസംഘം ഒക്കെയായുള്ള അവിഹിത ബന്ധങ്ങൾ സിനിമയിൽ കണ്ടാണ് നമുക്കറിയാം. അത് അതിശയിപ്പിക്കുന്നതാണ്, അത് നേരിൽ കാണുന്നു എന്നാണ് നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടിയുടെ പരാതി. അപ്പോൾ TVP എന്നോട് പറയുന്നത് തൂഫാനെ പറ്റി ഒരു കുഴപ്പവുമില്ല, ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്തു എന്ന് കേൾക്കുന്നു. അങ്ങനെ കയ്പൊക്കെ ഉള്ള ചെറിയ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്തു എന്നിങ്ങനെ കുറേ ആളുകൾ പറഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ അതിൽ ഒരു വിശദീകരണം എന്ന നിലയിലല്ല, പക്ഷേ രമേശ് ചെന്നിത്തലയോട് ഈ വിഷയം മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ നോഡൽ ഓഫീസർ IG വിമല പുട്ടാദിത്യയായിരുന്നു. അപ്പോൾ വിമല പുട്ടാദിത്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട് പണി എന്തോ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ വീട് പണി നടക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു അവധിയിൽ അദ്ദേഹം ആന്ധ്രയിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് സമയം നിശാന്തിനിക്ക് ഇതിൻ്റെ ചുമതല നൽകി എന്നതാണ്, IGR നിശാന്തിനിക്ക് ചുമതല നൽകി എന്നതാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി അതിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അതങ്ങനെ നമുക്ക് തൽക്കാലം അങ്ങനെ വിശ്വസിക്കാം, അതിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അദ്ദേഹം പുട്ട വിമലാദിത്യ തിരിച്ചു വരുമ്പോൾ ആ ദൗത്യം ഏറ്റെടുക്കും എന്നാണ്, അല്ലാതെ ഏതെങ്കിലും ആളെ പിടിച്ചുകൊണ്ട് മാറ്റിയതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അപ്പോൾ ശ്രീ തങ്കച്ചൻ കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. ചുരുങ്ങിയ വാക്കുള്ളൂ. എനിക്ക് പറയാനുള്ള വെച്ചാൽ നിങ്ങൾ ഈ ന്യൂസ് 18 തീർച്ചയായിട്ടും വിദേശ സർക്കാർ അധികാരത്തിൽ വന്ന പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ ഭാഗമാണ് ഇപ്പോഴും ഇതെടുത്തിരിക്കുന്നത്. കാരണം LDF സർക്കാർ 10 വർഷം കഴിഞ്ഞപ്പോൾ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനൊന്നും വേട്ടയാടാൻ നിങ്ങൾ മനസ്സിലായിരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നതുമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് പേടിയാണ്. അങ്ങനെ പനിയൊക്കെ വന്നെന്നാണ് തോന്നുന്നു അല്ലേ? പേടിച്ച് പനിയൊക്കെ വന്നോ? പനി വന്ന് കാണും, എനിക്കറിയത്തില്ല. താങ്കൾ പൊതുവേദി നിന്ന് ആദ്യമായിട്ട് കാണുകയാണോ? അതാണ് എനിക്ക് അറിയാത്തത്. അല്ലല്ല, പൊതുവേദി ആദ്യമായിട്ട് കാണുകയാണോ? അങ്ങ് സ്ഥിരം ഇതിന്റെ പ്രേക്ഷകനല്ലേ? തീർച്ചയായിട്ടും. എന്നിട്ട് അങ്ങേ പോലെ ഒരാൾ ഇത് പറയുമ്പോൾ ഇതിലെന്താണ് ഇതിലൊരു ന്യായീകരണം? ഈ സർക്കാർ ഇരിക്കുന്ന കാലത്ത് എല്ലാ കാര്യങ്ങളും വളരെ നമുക്ക് ആരോടും വിരോധവും വ്യക്തിപരമായ വിദ്വേഷമൊന്നുമില്ല. ഇന്നത്തെ ഒരു പ്രധാന വിഷയം മുഖ്യമന്ത്രി ഇതിൽ വിശദീകരണം നൽകിയതാണ്. അത് ജനങ്ങൾ ആ വിശദീകരണം തൃപ്തികരമായി മനസ്സിലാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിൽ ശ്രീ തങ്കച്ചനെ വേദനിപ്പിക്കുന്ന വിഷയം എന്താണ്? തീർച്ചയായിട്ടും. കാരണം 3 മാസം പ്രായം ഒരു സർക്കാരിന് ഇത്രയും. ഇനി അടുത്ത ചോദ്യം. അപ്പൊ അങ്ങേക്ക് അതിൽ വിഷമമില്ലെന്നല്ല, 3 മാസം പ്രായമുള്ള സർക്കാരിന്റെ കാര്യമല്ല പറയുന്നത്. ഒരു മയക്കുമരുന്ന് കേസ് പ്രതി, മയക്കുമരുന്നിനെതിരെ നാട് ഉണരൂ എന്ന് പറഞ്ഞ് മുദ്രാവാക്യമൊക്കെ വിളിച്ചു നടന്നത് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. ആ പാർട്ടിയുടെ പ്രകടനങ്ങളിൽ അയാൾ പങ്കെടുക്കുന്നു, ആ പാർട്ടിയുടെ ഇതിൽ പോകുന്നു. അപ്പോൾ ഈ പാർട്ടിക്ക് അത് അങ്ങനെ കൈകഴുകി പോകാൻ നമുക്ക് അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ കഴിയുമോ? അവരത് ഗൗരവമായി എടുക്കണ്ടേ? ഇനി അതൊരു വശം അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ എൻ്റെ ചോദ്യം, പിണറായി വിജയന്റെ ഏത് വിഷയമാണ് വാർത്ത കൊടുക്കാതെ ന്യൂസ് 18 ഇരുന്നിട്ടുള്ളത്? ഒരു ഉദാഹരണം അങ്ങ് പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, ഏത് വിഷയം? ഇനി ഞാൻ ചോദിക്കട്ടെ എന്നല്ല, അങ്ങ് മറുപടിയാണ് പറയേണ്ടത്. ഏത് വിഷയത്തിലാണ്? അങ്ങ് ചോദിച്ചല്ലോ, ആ ചോദ്യത്തിനുള്ള എൻ്റെ ഒരു മറുപടി ഞാൻ പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഏത് വിഷയമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ന്യൂസ് 18 തൊട്ടില്ല, പേടിച്ച് വിറച്ച് മാളത്തിൽ ഒളിച്ചു എന്ന് പറഞ്ഞല്ലോ അങ്ങ്? അതിന് ഒരു ഉദാഹരണം അങ്ങ് പറഞ്ഞാൽ നമുക്ക് ഞാൻ അതിന് ബാക്കി പറയാം. ഒരു ഉദാഹരണമല്ല, പറഞ്ഞോ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി ചർച്ച നടത്തിയ വിഷയത്തിൽ അന്നത്തെ
ഇടക്കാരനായി നിന്നത് നമ്മുടെ കെ.വി. തോമസ് ആണ്. അദ്ദേഹത്തിനോട് ഈ വിവരങ്ങൾ എല്ലാ മാധ്യമങ്ങളും ചോദിച്ചും പറഞ്ഞത് പുട്ടും കടലയും തിന്നാൻ പോയെന്നാ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഒരു ചാനലുകാർ ഇത്രയും ചാനൽ ഒരു 10-12 മലയാള ചാനൽ കാണുന്ന വ്യക്തിയാണ് ഞാൻ. അത് നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച കൊടുത്തത് പിന്നെ അങ്ങ് എങ്ങനെയാ അറിഞ്ഞത്? എങ്ങനെയാ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാഞ്ഞിട്ടാണ്? അതിന് ചോദ്യം നിങ്ങൾ ചെയ്തില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഏത് ചോദിച്ചില്ല? മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ പോയി കാണണമെന്ന് പറയണോ? ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി ഒന്നിച്ച് നടത്തി വിഷയം എന്താ നിങ്ങൾ ചോദിച്ചും പറഞ്ഞു പുട്ടും കടലയും തിന്നാൻ പോയെന്നാ പറഞ്ഞേ. പുട്ടും കടലയും തിന്നാമെന്നാ കെ.വി. തോമസ് പറഞ്ഞേ. ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി കാണാൻ പോയത് പുട്ടും കടലയും തിന്നാൻ പോയതാണെന്ന് അന്നല്ല കെ.വി. തോമസ് പറഞ്ഞു. നിങ്ങൾ കാണിച്ച എല്ലാ ചാനലും 10-12 ചാനൽ എല്ലാവരും കാണിച്ചിരിക്കുന്നത് അങ്ങനെയാ. പുട്ടും കടലയും തിന്നാൻ പോയത് എന്തിനാ ചെയ്തെന്നൊന്നും അല്ലെ കേന്ദ്ര ധനകാര്യമന്ത്രി എന്തിനാ വന്നെന്ന് എന്ത് സാമ്പത്തിക വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിച്ചപ്പം പുട്ടും കടലയും തിന്നാൻ പോയത്. അത് അല്ല, അങ്ങനെയല്ല. അത് അവര് കണ്ടു ആ വിഷയം നമ്മളെല്ലാം അന്ന് ചർച്ച ചെയ്താണ്. ഒന്നാമത് കെ.വി. തോമസിനെ അവിടെ വെച്ചിരിക്കുന്നത് തന്നെ അന്ന് ഇതിനായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച, കേരളത്തിന് കൂടുതൽ ധനം വാങ്ങിയെടുക്കുക എന്നുള്ളത്. അതിൽ പുട്ടും കടലയും തിന്നാൻ പോയി. ഇനിയിപ്പോൾ അത് അങ്ങനെ പറഞ്ഞു ഞാനത് അന്നത്തെ ആ ചർച്ച നമ്മൾ ആ വിഷയമൊക്കെ കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഞാൻ ചോദിക്കുന്നത് അതിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നതെന്നാണ് അങ്ങ് പറയുന്നത്. അതിൽ ആരെ വേട്ടയാടണമായിരുന്നു? പുട്ടും കടലയും തിന്നാൻ പോയി എന്ന് പറഞ്ഞ ആളെ വേട്ടയാടണം. മുഖ്യമന്ത്രി ചോദിക്കുന്ന പോലെ മാധ്യമങ്ങൾ എല്ലാ കാര്യവും എല്ലാ മന്ത്രിമാരോട് ചോദിക്കണമായിരുന്നു, എല്ലാ മുഖ്യമന്ത്രിയും ചോദിക്കണമായിരുന്നു. അത് നിങ്ങൾ ചോദിച്ചിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്ന അതിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്ത് വീഴ്ചയാണ് വന്നതെന്നാണ് ചോദിക്കുന്നത്. അതാ പറഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രി മാധ്യമങ്ങൾ ചോദിക്കാറ് നിങ്ങളുടെ ദേഷ്യപ്പെടുകയല്ലേ മുഖ്യമന്ത്രി എന്ത് ചോദിച്ചാൽ? ദേഷ്യപ്പെട്ടോട്ടെ, ആളുകൾക്ക് ദേഷ്യപ്പെടാനൊക്കെ അധികാരമില്ല. എനിക്കിപ്പോൾ ഇഷ്ടമല്ലാത്ത കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടെന്ന് വരില്ലേ? അപ്പം അങ്ങ് ദേഷ്യപ്പെടുന്നില്ലേ? അതൊക്കെ ദേഷ്യപ്പെട്ടോട്ടെ, അതൊക്കെ ആളുകൾക്ക് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. എല്ലാവരും നമ്മൾ മാധ്യമങ്ങളെ കാണുമ്പോൾ ചിരിച്ചു വഴങ്ങി നിൽക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ആളുകൾ ദേഷ്യപ്പെട്ടോട്ടെ, ആളുകൾ സ്നേഹത്തോടെ പെരുമാറിക്കോട്ടെ. ഞങ്ങൾ ഇതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള സംഗതികൾ കണ്ടു വളർന്നവരാണെന്ന് വിശ്വാസത്തിലാണ് കേരളത്തിലെയും രാജ്യത്തെയും മാധ്യമ സമൂഹം നിലനിൽക്കുന്നത്. 5 വർഷം പ്രതിപക്ഷനായിരുന്ന ഈ വി.ഡി. സതീശൻ ഇന്ന് വരെ ഇപ്പൊ മുഖ്യമന്ത്രിയാണ് കടക്കു പുറത്ത് ഏതൊരു മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, അത് ഞാൻ ചോദിക്കുന്നത് കടക്ക് പുറത്തെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തോറ്റുപോയി, ഇനി അങ്ങോട്ട് ഇല്ലെന്നാണോ? ഞങ്ങളത് രൂക്ഷമായി തന്നെ ആ വിഷയം എല്ലാവരും ഉയർത്തിയിട്ടില്ലേ? ഉയർത്തിയിട്ടില്ലേ? അങ്ങ് ഇത് എങ്ങനെയാണ് ഇത്രയും കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്ര കാർട്ടൂണുകൾ വന്നു, എത്ര പ്രതികരണങ്ങൾ വന്നു, തുടർന്ന് സംഗതികളിൽ എത്ര ടൈറ്റിൽ തന്നെ കടക്ക് പുറത്തു നിന്നായി, ജനങ്ങൾ തിരിച്ച് കടക്ക് പുറത്തെന്ന് പറഞ്ഞതൊക്കെ ഗ്രാഫിക്കൽ കാർഡുകൾ എത്ര വന്നു. എന്നിട്ട് അങ്ങ് ഇപ്പോൾ അതൊന്നും അറിയാത്ത ഒരാളെ പോലെ പറയുകയാണ് പിണറായി വിജയനെ ഞങ്ങൾ സ്തുതി പാടിക്കൊണ്ട് നടക്കരുത്. സ്തുതി പാടുന്ന മറ്റേ ആളുകളൊക്കെ ഉണ്ടാവും, കാരണഭൂതൻ പാട്ടൊക്കെ പാടി. അതിലെന്തായാലും ന്യൂസ് 18 ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ പൊതുവേദിക്ക് അതിലൊരു പങ്കും ഉണ്ടാവില്ല. കാരണം പൊതുവേദിയിൽ അങ്ങേപ്പോലെ സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ എന്നേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം മറച്ചു വയ്ക്കാൻ കഴിയുമോ? നമുക്ക് കഴിയുമോ? ഒരു പരിപാടിയിൽ വേണമെങ്കിൽ അതിൻ്റെ അവതാരകന് കാര്യങ്ങൾ മറച്ചു വയ്ക്കാം, ഒരു ടെലിവിഷൻ ചാനലിൽ വേണമെങ്കിൽ വസ്തുതകൾ മറച്ചു വയ്ക്കാം. പക്ഷേ പൊതുവേദി എന്ന ഈ പരിപാടിയിൽ അത് പറ്റില്ല. ഇപ്പം അങ്ങ് തന്നെ ഒരു വിഷയം ഉന്നയിച്ചില്ലേ, ആ വിഷയം പുറത്തേക്ക് വരുമല്ലേ? അത് മറച്ചു വയ്ക്കാൻ പറ്റുമോ എനിക്ക്? അതാണ് പൊതുവേദിയുടെ വ്യത്യാസം, അതാണ് ഈ പരിപാടിയുടെ കരുത്ത്. അതുകൊണ്ടാണ് ഇത് സ്ഥിരം കാണുന്നത്. അപ്പം അങ്ങക്ക് എനിക്കൊരു കാര്യത്തിൽ അങ്ങയുടെ വിഷമം എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കെതിരെ ചിലപ്പോൾ വരുമ്പോൾ ഇത് എന്താണ് അങ്ങനെ തോന്നാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങ് ഈ പൊതുവേദി ഇതിൻ്റെ സ്ഥിരം പ്രേക്ഷകരായിരിക്കുക, ഇതിൻ്റെ എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുക, ഇതിൻ്റെ ഈ സർക്കാരിന് മുന്നേ ഉള്ള എല്ലാ ചർച്ചകളിലും പിണറായി വിജയനെ രൂക്ഷമായി എതിർക്കുക, എന്നിട്ട് പറയുക അതെല്ലാം ന്യൂസ് 18 മറച്ചു വെച്ചു, പൊതുവേദി മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തായാലും മറുപടി പറയേണ്ടത്? ഞാൻ ഒറ്റ കാര്യം, ഇപ്പൊ LDF-ലുണ്ടായ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ചർച്ച ഇതുവരെ വെച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനത് പല പ്രാവശ്യവും നോക്കി, വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ രാധാകൃഷ്ണൻ ചാത്തോനോട് പറഞ്ഞെന്നാ ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്നു. ഇവര് പോലും ഒന്നും വിമർശിച്ചിട്ടില്ല ഇതിനെ കുറിച്ച്. പ്രതിപക്ഷ ഉപനേതാവ് എവിടെയെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങ് ചോദിക്കുന്നു പൊതുവേദിയിലൂടെ പ്രതിപക്ഷ ഉപനേതാവ് എവിടെ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? അപ്പം മുഖ്യമന്ത്രി ഞങ്ങൾ പലതവണ ചോദിച്ചു, അതിന് പറയുന്നത് അത് ചർച്ചാ വിഷയമേ അല്ലെന്നാ പറഞ്ഞു. ആര് പറഞ്ഞു ചർച്ചാ വിഷയം? അതൊക്കെ മുഖ്യമന്ത്രി, ഞാനല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതൊന്നും അങ്ങനെ ഒരു പ്രശ്നം മുമ്പ് ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെയല്ല സാർ, ഇത് എന്നാ വെച്ചാൽ അപ്പം അങ്ങ് വിചാരിക്കുന്നത് പോലെ ഒരു ടെലിവിഷൻ ചാനലിന് വേണമെങ്കിൽ അങ്ങേക്ക് ആരോപിക്കാം അവരൊരു കാര്യം രഹസ്യമാക്കി വെക്കണം. ഒരു പരിപാടിയെ സംബന്ധിച്ച് അങ്ങേക്ക് പറയാം, പൊതുവേദിയെ പറ്റി അത് പറയാൻ പറ്റില്ല. കാരണം പൊതുവേദി അവതരിപ്പിക്കുന്ന അവതാരകരല്ല, പൊതുവേദി അവതരിപ്പിക്കുന്ന അങ്ങേ പോലുള്ള ആളുകളാണ്, അല്ലേ? പിന്നെ അങ്ങനെ അങ്ങേക്ക് അപ്പം ഇവിടെ ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചു അല്ലെങ്കിൽ പ്രതികരിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങേക്ക് നേരെ സ്വയം വിരൽ ചൂണ്ടല്ല. ഞാൻ പ്രതികരിച്ചില്ലെന്നർത്ഥം അങ്ങേക്ക് പറയായിരുന്നല്ലോ, ഫോൺ ഓപ്പൺ ആയിരുന്നല്ലോ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ.
എത്രയോ തവണ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. നമ്മൾ തമ്മിൽ ഇപ്പൊ തന്നെ സമ്മതിച്ചല്ലേ? ശരി, അപ്പൊ പിന്നെ ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ കഴിയും. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. പിന്നെ ഞാൻ ഉറക്കെ സംസാരിച്ചുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കരുത്. എനിക്കില്ല, കാരണം മനസ്സാറാൻ എനിക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ പരിപാടിയില്ല. അതാണ്. അപ്പോൾ ശ്രീ നമ്മുടെ തങ്കച്ചൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, വളരെ നന്ദി. അപ്പോൾ ഞാൻ നമ്മൾക്ക് ഇന്ന് കുറച്ച് സമയമായതുകൊണ്ടാണ്, നമുക്ക് നാളെ കൂടുതൽ വിശദമായി സംസാരിക്കാം. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ തങ്കച്ചൻ തന്നെയാണ് ഈ പൊതുവേദിയിൽ ഒരുപാട് തവണ പിന്നെ സർക്കാരിനെ, അന്ന് ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഡൊണാൾഡ് ഡക്ക് എന്ന് പറയുന്നു, മനു ഇസ് ഗെറ്റിംഗ് സ്കെയർഡ് ടു സേ ദാറ്റ് ഇന്ത്യ അലയൻസ് വാസ് റൂളിംഗ് കേരള ഫോർ പാസ്റ്റ് 75 years എന്ന് പറയുന്ന. ഇന്ത്യ അലയൻസ് ഉണ്ടായത് ഇപ്പോഴല്ലേ? ഇന്ത്യ അലയൻസ് എന്ന അലയൻസ് ഉണ്ടായത് 75 വർഷം മുമ്പല്ലല്ലോ. അപ്പോൾ അവർ 75 വർഷം മുമ്പ് ഭരിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അലയൻസ് ഇപ്പോഴല്ലേ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ഈ ജനസംഘം പോയി ജനതാ പാർട്ടി ആയല്ലോ. അപ്പോൾ നിങ്ങൾ ഇടതുപക്ഷവും നിങ്ങളും കൂടി ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡൊണാൾഡ് ഡക്കിനോടാണ് ഞാൻ പറയുന്നത്, കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾ മാത്രമല്ല, അപ്പോൾ നിങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുന്നണി മാറുകയൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഹൗ ശരത് കുഡ് മെസ്സേജ് യു പേഴ്സണലി, ഡസ് ഹി ഹാവ് യുവർ കോൺടാക്ട് നമ്പർ എന്നാണ്. അല്ല, പേഴ്സണലി അല്ല, ഇതിനകത്ത് വന്നെന്നാണ് ഞാൻ പറഞ്ഞു, യൂട്യൂബിൽ കമൻ്റായിട്ട് വന്നെന്നാണ് ഞാൻ പറഞ്ഞു. എനിക്ക് പേഴ്സണലി അയച്ചിട്ടല്ല. ഞാൻ ഒരുപാട് പേർക്ക് എൻ്റെ നമ്പറുണ്ട്, ഇവിടുന്ന് കിട്ടി എന്നെ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ അതെനിക്ക് പൊതുവേദി സമയത്ത് നോക്കാൻ പറ്റാറില്ല. അല്ലാതെ വീട്ടിലേക്ക് എത്തുമ്പോൾ പലരും എന്നെ വിളിക്കാറും മെസ്സേജ് അയക്കാറും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ഒരുപാട് പേര് അത് ഇവിടുന്ന് എങ്ങനെയോ അറിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന് നോക്കിയല്ല പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടത്, രാഷ്ട്രീയ സ്വാധീനം തന്നെ ആണ് ഇവർക്ക് ഈ ധൈര്യം കൊടുത്തത്. എന്തായാലും ഇപ്പോൾ ഇത് നടപ്പാകില്ല എന്ന് മനസ്സിലാക്കിയതിൽ സന്തോഷമെന്ന് നന്ദകുമാർ പി എന്നോട് പറയുന്നു. സദാശിവൻ നായർ പറയുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ അണികളിൽ എല്ലാവിധ സ്വഭാവ ദൂഷ്യമുള്ള ആളുകളും ഉണ്ട് എന്നാണ്. അപ്പോൾ ശരത്ത് പൊതുവേദി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊക്കെ ഇടക്കിടക്ക് എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൂഫാൻ ഓക്കെ, ഇതിലേ പിടിച്ച് അതിലേ ഇറക്കി വിടും തൂഫാൻ പോലെയെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, പലരും പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ തൂഫാനെയൊക്കെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്, കാരണം അത് നമ്മുടെ നാടിനെ തകർക്കുന്നൊരു പരിപാടിയാണ് തൂഫാൻ. അപ്പോൾ ശ്രീ കൃഷ്ണകുമാർ എന്നോടൊപ്പം ചേരുന്നത് ഹൈദരാബാദിൽ നിന്നാണ്. ശ്രീ കൃഷ്ണകുമാർ, നമസ്കാരം. ശ്രീ കൃഷ്ണകുമാർ, തോന്നിയോ ഈ ആരോപണം മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി എന്ന് തോന്നിയോ? എനിക്ക് പറയാനുണ്ട്. അതിനു മുമ്പ് സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മുമ്പ് സംസാരിച്ച ഒരു തങ്കച്ചനോ എന്താ പേര് കണ്ടു ഞാൻ, കോട്ടയത്ത് നിന്ന് സംസാരിച്ചത് ആള് നിങ്ങളുടെ ന്യൂസ് 18 കുറിച്ച് പറഞ്ഞ ആരോപണം ചെറിയ ഭേദഗതികളോട് ഞാൻ പറയാൻ പോണം. കാരണം ഇന്നിപ്പോ മലയാളത്തിലെ മറ്റു ചില ചാനലുകളിൽ ഞാനിപ്പോ കണ്ടു, അവർക്കൊന്നും ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമോ അതിൽ പറഞ്ഞ കാര്യമൊന്നും ബാധകമല്ല. പക്ഷെ ഒരു ചാനൽ മാത്രം കാണിക്കുന്നുണ്ട്. അതായത് 2023 എനിക്ക് ഇവരെ പരിചയം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷെ 2021 ഫോട്ടോഗ്രാഫ് അടക്കം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും അതിന്റെ ഒരു ഫോട്ടോഷൂട്ട് എടുത്തു വെച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ മറ്റേ സമീപിച്ച് ഇവര് അത് എടുത്ത് കളയും അതിൽ നിന്ന്. അതപ്പോ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ VD സതീശനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ഒരു പഴയ നേതാവുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നത്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോലും കോടതിയിൽ കള്ളം പറഞ്ഞതിന്റെ പേരിൽ നഷ്ടപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ഇദ്ദേഹം പഠിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്, ഇദ്ദേഹം ഓരോ ദിവസം പറയുന്ന നുണകൾ കേട്ടുകൊണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിനെ കുറിച്ച് ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കേസ് അന്വേഷിച്ച IG മാറ്റില്ല. പക്ഷെ അത് വീട് നിർമ്മിക്കാൻ പോയി. വീട് പണി ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായതാണോ വീട് പണി? അദ്ദേഹം ലീവ് എടുത്ത് ആന്ധ്രയില്. ഇതെന്റെ അഭിപ്രായമല്ല, മന്ത്രി പറഞ്ഞാണ്. മന്ത്രിക്ക് എന്തും പറയാലോ. ഈ ഒരു ചാർജ് ഏറ്റെടുത്തിട്ട് എത്ര മാസമായി? അല്ല, തിരിച്ചു വന്നാൽ തിരിച്ചു കൊടുക്കുന്ന പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോ എന്തായാലും ലീവ് കഴിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ 15 ദിവസം. അല്ല, ഞാനൊരു കാര്യം കോമൺ സെൻസ് വെച്ച് ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു ടാസ്ക്, സ്പെഷ്യൽ ടാസ്ക് ഏറ്റെടുത്തിട്ട് അദ്ദേഹം എത്ര ദിവസമായി? ഏറ്റെടുക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ പറയില്ലേ, ഇനി സാധാരണ നിലയ്ക്ക് നമ്മളായാലും എനിക്കിങ്ങനെ ഒരു പ്രത്യേക ഒരു കാര്യം ഉണ്ട് അതുകൊണ്ട് ഒഴിവാക്കണം എന്ന് അന്ന് പറയില്ല. അല്ല, അങ്ങനെയല്ലേ, അത് കണ്ടിന്യൂസ് ലീവ് അല്ല, അദ്ദേഹത്തിന് വീട്ടിൽ പോകണ്ടേ ഇടയ്ക്ക് അതിന് സമയം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അത് നമുക്ക് ഇതിൽ കേൾക്കുന്നത് ചാർജ് ഏറ്റെടുക്കാൻ, വേറെ ചാർജ് ഒന്നും ഏറ്റെടുക്കാണ്ട് അയാളെ ലീവ് എടുത്തിരിപ്പിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോ സാധാരണ ഗവൺമെന്റിൽ സീനിയർ ആൾക്കാർ അങ്ങനെയാണ് ചെയ്യാറ്. ഗവൺമെന്റിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ലീവ് എടുക്കാൻ പറയും. ലീവ് എടുത്തു കഴിഞ്ഞാൽ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കാനായിട്ട് പറയും. പക്ഷേ ഇത് ഞങ്ങൾ അതൊക്കെ വിശദമായി ചോദിച്ചു, മന്ത്രിയോട് ചോദിച്ചു. അപ്പം അപ്പോഴാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഈ ചുമതല അദ്ദേഹത്തിന് കൊടുക്കുമെന്നാണ് പറഞ്ഞു. അതെ, പക്ഷെ സമ്മതിക്കുന്നു. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടത് മാധ്യമങ്ങളാണ്. പക്ഷെ മാധ്യമങ്ങള്
കേരളത്തിലെ 2 പ്രമുഖ ചാനൽ ഇതുണ്ട് ഇവിടെ മാധ്യമങ്ങളുടെ. അവർക്കൊന്നും ഇങ്ങനെ ഒരു വാർത്ത തന്നെയില്ല. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അദ്ദേഹം പറഞ്ഞ കാര്യം, ഇത്രയും ഇമ്പോർട്ടന്റ് കാര്യം, അതൊന്നും ചെയ്യാതെ അവർക്ക് കിട്ടിയത് മെസ്സിയുടെ കാര്യമാണ്. മെസ്സി ശരി, മെസ്സിയുടെ കാര്യത്തിൽ ഏതെങ്കിലും ആൾക്കാർ തെറ്റ് ചെയ്തെങ്കിൽ അവർ ശിക്ഷിക്കണം. പക്ഷെ ഇത് എന്തുകൊണ്ട് ഇഗ്നോർ ചെയ്യുന്നു? സത്യത്തിൽ ഇങ്ങനൊരു പൊളിറ്റിക്സ് മാധ്യമങ്ങളിൽ ഉണ്ട്, അത് സമ്മതിക്കാതെ പറ്റില്ല. പക്ഷെ ഞാൻ ന്യൂസ് 8-നെ കുറിച്ച് പ്രത്യേകമായിട്ടല്ല. അല്ല, ഞാൻ അതാണ് പിന്നെ ശ്രീ കൃഷ്ണകുമാർ ഞാൻ പറഞ്ഞത്, അങ്ങക്ക് ആരോപിക്കാനൊക്കെയുള്ള ഇതുണ്ട്. മാധ്യമങ്ങളെ ആരോപിക്കാം. ചില മാധ്യമങ്ങൾ പ്രത്യേക പാർട്ടികളുടെയാണ്, ചില മാധ്യമങ്ങൾ അല്ല. അതിന്റെ എൻ്റെ അങ്ങ് ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഞാൻ പറയണം, ചില പരിപാടികൾ അവതരിപ്പിക്കുന്ന അവതാരകർക്ക് അവർക്കൊരു പ്രത്യേക രാഷ്ട്രീയ ബോധം ഉണ്ടാവും. ആ ബോധത്തിനനുസരിച്ച് ചിലപ്പോൾ അതിന്റെ സ്വഭാവം വരും. പക്ഷെ ഇവിടെ പൊതുവേദിയെ അത് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എന്നേക്കാൾ കൂടുതൽ പങ്കാണ് സംസാരിച്ചത്. അതെ, ശരിയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ട്, അപ്പൊ ഈ പൊതുവേദിക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനില്ല. ഇപ്പൊ മറച്ചു വെച്ചെന്ന് അങ്ങ് പറയുന്നത് സത്യത്തിൽ തുറന്നു പറയുകയാണ് പൊതുവേദിയിലൂടെ. അല്ല, ഇതിപ്പോ ഒരു കാര്യം കൂടെ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ സതീശന്റെ കൂടെയുള്ള ഈ ഫോട്ടോ പുറത്തു വന്നപ്പോ അതിനെ ഇഗ്നോർ ചെയ്യുന്ന ഇതേ മാധ്യമങ്ങള് ഇത് പിണറായി വിജയന്റെ ഫോട്ടോ കൂടെ ഉള്ളതോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഏതെങ്കിലും ഒരു അനുയായിയുടെ കൂടെയുള്ള ഫോട്ടോ ആണ് ഇത് വന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള അറിയാം. എത്ര മാധ്യമങ്ങൾ അതിനെ ഏറ്റെടുത്ത് പാടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ഏറ്റെടുക്കുന്നുണ്ടല്ലോ, ഇത് എന്താ ചോദിക്കുന്നില്ല. ഇല്ലാന്നല്ല പറയുന്നത്. ഈ മെയിൻ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് കൊട്ടി ഒഴിച്ചു നടക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, കൂടുതൽ മാധ്യമങ്ങളാണ് ഇഗ്നോർ ചെയ്യുന്നത്. ശരി. അപ്പൊ ഏതായാലും രസകരമായ 2 പ്രതികരണങ്ങളാണ്. ഒന്ന്, പിണറായി വിജയന്റെ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു, മറ്റേയാൾ VD സതീശനെ അറ്റാക്ക് ചെയ്യുന്നു. അത് രസമാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ സന്തോഷ് എന്നോടൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. സന്തോഷ്, നമസ്കാരം. ഇന്ന് VD സതീശൻ പറഞ്ഞത് യാതൊരു കുഴപ്പമില്ല. കാരണം VD സതീശൻ ആ സത്യം പറഞ്ഞില്ലേ? ഇതിനു മുമ്പ് പിണറായി വിജയനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? ഇതിലുള്ള ലാസ്റ്റ് ഫോട്ടോ വരുമ്പല്ലേ. പിന്നെ ഇപ്പം ഈ പരിചയപ്പെടുന്നതിന് മുമ്പേ ഫോട്ടോയിൽ വന്നു, ഡേറ്റ് വന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ കാർബൺ ഷോട്ടിന്റെ ഇതൊക്കെ വന്നത് എങ്ങനെയാണ്? അവർ ക്രിയേറ്റ് ചെയ്തല്ലേ? അതേപോലെ ഏതെങ്കിലും കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ CPM പറയുന്നുണ്ട്. ഇപ്പൊ പിണറായി വിജയന്റെ കൂടെ തന്നെ സ്വപ്ന സുരേഷ് ഉണ്ടായി ഫോട്ടോ, അല്ലെ? ആരെങ്കിലും മന്ത്രിമാരോട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, ഏത് രാഷ്ട്രീയ പ്രവർത്തകർ ആരെങ്കിലും വന്ന് ചെയ്തു എന്ന് വിചാരിച്ച് നമ്മളപ്പോ അവരെ ഈ നേരത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് പോകാൻ പറ്റില്ല. ഒരു പാർട്ടി പ്രവർത്തകന്റെ അടുത്ത് വരുമ്പോ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുത്ത് വരുമ്പോ. പിന്നെ നേരത്തെ സാറ് പറഞ്ഞു അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇയാളെ മനസ്സിലാവില്ലെന്ന്. അവിടെ അല്ലല്ലോ പ്രശ്നം. പത്തല്ല ഈ MDMA വിറ്റത്, അല്ലാണ്ട് ആ നാട്ടിലല്ലല്ലോ വിറ്റത്. അപ്പൊ കാസർഗോഡ് നിന്നല്ലേ പിടിച്ചത്. അപ്പൊ അങ്ങനെ കാര്യമാണ്. അല്ല, പക്ഷെ ഒരു അങ്ങനെ അറിയില്ലേ നമ്മൾ നമ്മളുടെ കൂടെ അറിയില്ല. ഞാൻ കേട്ടോ, നേരത്തെ ഇവിടെ പിന്നെ നമ്മളെ ആലപ്പുഴയിലെ ഒരു കൗൺസിലർ ഷാനവാസ് 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഹാൻഡ്സ് കൊണ്ടുവന്നു, പുകയില ഇവരെന്താ ചെയ്തത്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, കൗൺസിലർ പുറത്താക്കി. ഒരു വർഷത്തിന് മുമ്പേ തിരിച്ചെടുത്തു. ഇല്ലേ? ഇവരാണ് പറയുന്നത്. മറ്റ് ഇത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. നമുക്കാരും തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പൊ ഓരോരാള് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കരിവേര പ്രശ്നമായാലും ഏതായാലും ഇവർ ഈ രാഷ്ട്രീയ മന്ത്രിമാർ അങ്ങോട്ട് അടുപ്പിച്ചില്ലെങ്കിൽ, പ്രതിപക്ഷ നേതാക്കൾ ഇല്ലെങ്കിൽ ആരെ അങ്ങോട്ട് അടുപ്പിച്ചില്ലെങ്കിൽ ഇവർ നാളെ തിരിച്ചു പറയില്ലേ? അത് പറയും. അല്ല, ഞാനത് വ്യക്തികളുടെ ഫോട്ടോ എടുക്കുന്നതിൽ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളുടെ കൂടെ പലപ്പോഴും എവിടെയെങ്കിലും ഒക്കെ ആളുകൾ കാണുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വരാറുണ്ട്. അപ്പൊ ഫോട്ടോ എടുക്കും. അതിലിപ്പോ നമുക്കറിയില്ല അവരാരാണെന്നൊന്നും. പക്ഷേ വ്യക്തികളെ ഫോട്ടോ വെച്ചിട്ടാണല്ലോ ഈ ഇപ്പം പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ കൂടെ മുൻപുണ്ടായിരുന്നു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഞാൻ പറയാം, അതല്ല ഇതിലിപ്പോ ആകെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത് നിരന്തരം ഇദ്ദേഹം വീട്ടിൽ പോകുന്നു, അങ്ങനെ അടുത്ത ബന്ധമുണ്ടെന്ന് ഒരാൾ വീട്ടിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ കണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ പറഞ്ഞു അത് ഇത് അടി കൊണ്ടത് കൊണ്ടാണെന്ന്. പക്ഷെ അതിന് മുന്നേയും ബന്ധമുണ്ടെന്നൊക്കെ തരത്തിലുള്ള ഫോട്ടോയും വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. അതെ, ആ ഡേറ്റ് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ഉണ്ട് സാർ. കാപ്പി റിസോർട്ട് വന്നത് എങ്ങനെയാണ്? ഇവര് DSA ഇറക്കിയിട്ട് അത് മുസ്ലിം ലീഗിന്റെ പരിധിക്കിട്ട് കൊടുത്തില്ലേ? ഇല്ലേ? അല്ല, എനിക്കെന്തായാലും അങ്ങ് പറയുന്ന ഒരു കാര്യത്തിന് എന്തായാലും VD സതീശൻ MDMA ആളുകളുമായി കൂട്ടുകൂടില്ല, അവരെയും കൊണ്ട് നടക്കില്ല എന്ന് ആർക്കും അറിയാം. അതിലൊരു സംശയമില്ല. അദ്ദേഹം MDMAയുടെ എന്തെങ്കിലും ഇടപാടുകളിൽ പങ്കാളിയാകുമെന്നും ആർക്കും ഒരിക്കലും ആരോപിക്കാനും കഴിയില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയുള്ള പരിപാടിക്ക് ഒരു മുഖ്യമന്ത്രി നിൽക്കില്ല. അത് 100% ഉറപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ട്. നമ്മളെ പിന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നവീൻ ബാബുവിന്റെ കേസ് വന്ന സമയത്ത് ആ ചങ്ങായി പോയവരാ ഇത് നമ്മളെ സംസ്ഥാന സെക്രട്ടറിയുടെ മരുമോന്റെ കമ്പനിയാണെന്നല്ലേ പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊന്നും നേതാക്കൾ അറിയണമെന്നില്ല. ഇപ്പൊ ഇവരെ ഇടപാട് നടത്തുന്നതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടാണോ ഇടപാട് നടത്തുന്നത്? ഇപ്പൊ സാറ് പറഞ്ഞു നേരത്തെ. പക്ഷേ എന്തായാലും അല്ല, ഞാൻ പറയുന്നത്
മധുക്കത്തിന്റെ ഉള്ളിലുള്ള ഗോവിന്ദസ്വാമി ചാടിയിട്ട് അതിന്റെ ഉള്ളിലുള്ള ജയിലിലുള്ള ഉദ്യോഗസ്ഥർ പോലും അറിഞ്ഞിട്ടില്ല. ആ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഒരാളും അറിയില്ല. ശരി, ഓക്കെ. അപ്പോൾ വ്യക്തമാണ്, താങ്കളുടെ പ്രതികരണം കൃത്യമാണ്. അപ്പോൾ എന്നോടൊപ്പം പിന്നെ കോഴിക്കോട് നിന്ന് ബാലൻ കൂടി ചേരുന്നു. ശ്രീ ബാലൻ കേൾക്കാമോ? എനിക്കൊന്ന് ശ്രീ ടി വി ആണ് ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോടൊപ്പം കുറേ പേർ വീണ്ടും യൂട്യൂബിൽ ഒക്കെ ചേരുന്നുണ്ട്. അവർ കുറേ കമൻറ്റുകളൊക്കെ എനിക്ക് അയക്കുന്നുണ്ട്. ചിലതൊക്കെ ജമ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് എനിക്ക് വായിക്കാൻ കഴിയാതിരിക്കുന്നത്. അപ്പോൾ എൻ്റെ നമ്പർ എങ്ങനെ പേഴ്സണലി ശരത്തിന് കിട്ടിയെന്നൊക്കെ എങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ അതൊക്കെ വിശദീകരിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. മെസ്സിയുടെ പേരിൽ കോടികൾ തട്ടിപ്പ് നടത്തിയ കൃഷ്ണകുമാറിന് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. നടത്തിയത് കൃഷ്ണകുമാർ അതിനെതിരെ ഏതാ കൃഷ്ണകുമാർ എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നേരത്തെ കൃഷ്ണകുമാർ അതിൻ്റെ പ്രതികരണം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ പിന്നെ വഖഫ് എന്നോട് പറയുന്നു. ഓക്കെ. അപ്പോൾ ഇനിയും കൃഷ്ണൻകുട്ടി വന്നാൽ എല്ലാം പൂർത്തിയാകും എന്നാണ്. ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം ശ്രീമതി ജയ ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ. നമസ്കാരം മനു. നമസ്കാരം. ആ മനു, നമ്മുടെ ഈ മുഖ്യമന്ത്രിയെ പറ്റി ഇങ്ങനെ അയ്യോ എന്തോ പറ്റിയല്ലോ ഫോണിൽ. മുഖ്യമന്ത്രിയെ പറ്റി വാദോരാതെ ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്നതിൽ പല ചാനലുകാർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഞാന് ന്യൂസ് 18 അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. നോ മനുവെന്ന് ഞാൻ പർപ്പസിൽ പറഞ്ഞില്ലല്ലോ. ന്യൂസ് 18 ഈ പല വാർത്തയിലും ഒക്കെ എപ്പോഴും ഇദ്ദേഹത്തിന് ഇങ്ങനെ കുറ്റം പറയാനായിട്ട് ഇരിക്കുക. അങ്ങനെ പറയാൻ പാടില്ല. കാരണം 3 മാസമായിട്ടുള്ള അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട്. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി ഈ പത്രക്കാരെ ആരെയെങ്കിലും അടുപ്പിക്കുമായിരുന്നോ? നിങ്ങൾ അങ്ങനെ വല്ല എന്തെങ്കിലും പ്രത്യേക കേസുകൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്ഷുഭിതനുമായിട്ടുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ ആളുകൾ ചിലര് ശ്രീമതി ജയ പെട്ടെന്ന് ദേഷ്യം വരില്ല. അപ്പം പക്ഷെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. അപ്പൊ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ സ്വഭാവമല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ഓക്കെ, നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഒരാള് 3 മാസം ആയുള്ളൂ മുഖ്യമന്ത്രി ആയിട്ട്. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങള് ഞങ്ങള് വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഇത് എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് തൂഫാൻ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ അതിന് സതീശനിലൂടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പത്രക്കാരെല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങുന്നത്. അല്ലാതെ ഇതിനൊരു പ്രത്യേക കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു പെണ്ണ് അവിടെ പൂന്തുറയിൽ എവിടെ അവിടെ രാജിവെക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കേസുകള്. അതൊക്കെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. അപ്പൊ എനിക്കൊരാൾ കമന്റ് അയക്കുകയാണ്, മനുവും രേണുകയൊക്കെ അന്തംകമ്മികളാണ്. രേണുക ഇവിടെ അടുത്ത പരിപാടിക്കായി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ അത് കമന്റ് അയച്ചത് നമ്മുടെ രാഘവൻ നായർ. കൊള്ളാം രാഘവൻ നായർ. അപ്പോൾ ഇങ്ങനെ പല ആളുകളും ഞങ്ങളെ പല രാഷ്ട്രീയ പാർട്ടികൾ ചേർത്താറുണ്ട്. പക്ഷേ ആ പാർട്ടിക്കാർ അത് അംഗീകരിക്കുന്നില്ല. അതാണ് അതിലെ രസകരമായ കാര്യം. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്കും മുന്നിലും ചർച്ച ചെയ്തിരുന്നു. ഞാൻ അവരോട് ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ ഈ വിശദീകരണം തൃപ്തികരമാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ വലിയ വിഭാഗം ആളുകൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിശദീകരണം തൃപ്തികരമാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. 78% ആളുകൾ മുഖ്യമന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമാണ് എന്ന് പറയുന്നു. അതേസമയം തൃപ്തികരമല്ല എന്ന് 22% ആളുകൾ പറയുന്നു. അപ്പോൾ രാഷ്ട്രീയ ആരോപണം ഉയർന്നാൽ അതിനൊരു വിശദീകരണം നൽകിയാൽ അതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആകില്ല. ആരോപണം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അന്വേഷണത്തിലൂടെ തെളിയട്ടെ. പക്ഷേ ഓരോ രാഷ്ട്രീയ സംഘടനയ്ക്കും സ്വന്തം നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രവർത്തനങ്ങളിലും ഒക്കെ ഉത്തരവാദിത്വം ഉണ്ട്. മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടാകില്ല, വ്യക്തിപരമായി നിരപരാധിയാണ് എന്ന് തന്നെ നമുക്ക് സമ്മതിക്കാം. പക്ഷേ അടുത്ത ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക്, അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഒക്കെ ഈ വിഷയങ്ങൾ അറിയേണ്ടതാണ്. നേതൃത്വം ഇതിൽ കൈകഴുകി മാറി നിൽക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ്, നല്ല നേതാക്കളെ വളർത്തിയെടുക്കേണ്ടവരാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയമായി. നന്ദി, നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.